അത് മുളക് പൊടിയേക്കാളും അപ്പുറത്തെന്താ വരുന്നത് നോക്കാം. മുളക് പൊടി ഇപ്പം വന്നല്ലോ, പിന്നെ ഗോലിയല്ലേ, ഗോലിയും വന്നല്ലോ. ഇനി എന്താ നോക്കാം. അത് ഈ കാവ്യവൽക്കരണത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായി ചേർന്ന് നിൽക്കുന്ന കെ സുധാകരൻ തിരുത്തിയാൽ തീരുന്ന പ്രശ്നമാണോ? തിരുത്തിയല്ലോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുത്താൻ എന്താ തിരുത്തിയത് എന്തുകൊണ്ടാണ്? അത് പിന്നെ സുധാകരൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളത് പോലെയേ ഉള്ളൂ. അങ്ങനെയൊരു വിഭാഗം കോൺഗ്രസ്സിനകത്തുണ്ടല്ലോ. അത് കോൺഗ്രസ്സിനുള്ളൊരു ദൗർബല്യമാണല്ലോ. കോൺഗ്രസിൻ്റെ ദൗർബല്യം ഇത്തരം വ്യക്തികളല്ല, കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ള ദൗർബല്യമാണ്. അതിനകത്ത് ഏതെല്ലാം തരത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഭാഗം അതിനകത്തുണ്ട്. അവർക്കെതിരെ നീങ്ങാനുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ പാർട്ടി എന്ന നിലക്ക് കഴിയാവുന്നത്ര സമരസപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ദുർവിധി അനുഭവിക്കുന്നവരാണ് അവർ. പക്ഷേ അത് ദുർവിധിയല്ല, ഞങ്ങളൊരു സൗഭാഗ്യമാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തങ്ങളുടെ നില കൂടുതൽ അവതാളത്തിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത് മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്.